എന്നിട്ട് കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ ഒരു ടെലഗ്രാം മെസ്സേജ് കൊണ്ടു തന്നു. ഞാൻ ആ ടെലഗ്രാം വായിച്ചു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഉമ്മ മരണപ്പെട്ടിരിക്കുന്നു, തീപിടുത്തത്തിൽ മരിച്ചിരിക്കുന്നു. ഉമറിനുള്ള ടെലഗ്രാം മെസ്സേജാണ്. അന്ന് രാത്രിയിൽ എന്തായാലും അവിടെ നിന്ന് കൊണ്ടുപോകില്ല, ജയിലിൽ നിന്ന് ഒരാളെയും രാത്രിയിൽ ഇറക്കി കൊണ്ടുപോകാൻ ഒരു സംവിധാനവുമില്ല. പിറ്റേന്ന് രാവിലെ കോടതിയിൽ ഈ ടെലഗ്രാം മെസ്സേജ് 10 മണിക്ക് ജഡ്ജിയുടെ മുമ്പിൽ കൊടുത്ത് ജഡ്ജിയെ കൊണ്ട് ചോദിച്ച് അവിടെ നിന്ന് പരോള് കിട്ടിയാൽ മാത്രമാണ് ഇയാൾക്ക് വീട്ടിൽ പോകാൻ പറ്റുക. അപ്പൊ എൻ്റെ അടുക്കൽ കൊണ്ടു തന്നിട്ട് സൂപ്രണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ പയ്യൻ്റെ അടുക്കൽ ഇത് കൊണ്ടു കൊടുക്കാൻ വിഷമമാകുന്നു, ഒരു പാവം പയ്യനാണ്, അതുകൊണ്ട് നിങ്ങൾ മിസ്റ്റർ മദനി അവനെ ഒന്ന് വിളിപ്പിച്ചിട്ട് ഇതൊന്ന് അവനോടൊന്ന് കൊടുത്ത് സമാധാനിപ്പിച്ചൊന്ന് പറയാൻ പറ്റുമോ എന്നോട് ചോദിച്ചു. ഞാൻ ആശുപത്രി വരാന്തയിലുള്ള ഒരു ചെറിയ മുറിയിലാണ് താമസിക്കുന്നത്. അവിടുന്ന് കുറേ ദൂരെ 11ാം ബ്ലോക്കിലാണ്, 11ാം ബ്ലോക്ക് എന്ന് പേരുള്ള ബ്ലോക്കിലാണ് ഉമർ താമസിക്കുന്നത്. ഞാൻ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ സൂപ്രണ്ടിനോട് പറഞ്ഞു, സൂപ്രണ്ടെ, ഇപ്പൊ ഈ രാത്രിയിൽ അവനെ വിളിച്ചത് കൊടുത്താലും നിങ്ങൾ രാത്രിയിൽ അവനെ വിടൂല, അപ്പൊ പിന്നെ ഇന്നത്തെ രാത്രിയിൽ അവൻ ഉറങ്ങാൻ പറ്റൂല, അവന്റെ മനസ്സ് മൊത്തം വേദനയായിരിക്കും, പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഇപ്പം ഞാൻ വിളിച്ചത് കൊടുക്കൂല, ഞാൻ രാവിലെ വേണ്ടുന്നവണ്ണം ഇത് ഓപ്പറേറ്റ് ചെയ്തോളാം. നിങ്ങൾ കോടതിക്ക് മെസ്സേജ് കൊടുക്കുക, വക്കീലും കോടതിയിൽ രാവിലെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ ആ സഹോദരന് രാത്രിയിൽ ആ പ്രിയപ്പെട്ട അനുജനെ അറിയിക്കാതെ സൂക്ഷിച്ചു വെച്ചു. പിറ്റേ ദിവസം സുബഹി നമസ്കാരം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ അവനെ പതുക്കെ ഒരാളെ വിട്ട് വിളിപ്പിച്ചു. അവൻ വളരെ സന്തോഷത്തോടു കൂടി സാധാരണ വരുന്നത് പോലെ എൻ്റെ മുന്നിലേക്ക് ഓടി വന്നു. എൻ്റെ അടുക്ക് ചോദിച്ചു, എന്താ ഉസ്താദെ, എന്തിനാ വിളിപ്പിച്ചതെന്നെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വളരെ പതുക്കെ ഇങ്ങനെ പറഞ്ഞു, മോനെ, ഉമ്മായിക്ക് നല്ല സുഖമില്ലെന്നാണ് അറിയുന്നത്. പെട്ടെന്ന് അവൻ എന്നോട് ചോദിച്ചു, ഉസ്താദിൻ്റെ ഉമ്മായിക്കാണോ? ഞാൻ പറഞ്ഞു, അല്ല, നിന്റെ ഉമ്മായിക്ക് നല്ല സുഖമില്ല എന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട്. അവനാകെ പകച്ചു. കുറച്ചു ദിവസം മുമ്പ് വന്നവനെ മനു കണ്ടിട്ട് ഇന്റർവ്യൂ കണ്ടിട്ട് പോയതാ. അവനെ കാണാൻ വേണ്ടിയിട്ട് അവൻ്റെ ഉപ്പാക്ക് വരാൻ പറ്റില്ല, വയസ്സ് വളരെ കൂടുതലാണ്. പിന്നെ അവനൊരു ജ്യേഷ്ഠനുള്ളത് കുറച്ച് മാനസിക വിഭ്രാന്തിയുള്ള സഹോദരനാണ്, മറ്റൊരു ജ്യേഷ്ഠനുള്ളത് ഗൾഫിലാണ്. ഈ പാവപ്പെട്ട ഉമ്മ മാത്രം ഇങ്ങനെ യാത്ര ചെയ്ത് നിരവധി തവണ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വന്നിട്ട് ആ പാവം സ്ത്രീ ഇപ്പോഴും എൻ്റെ മുന്നിൽ ഓർമ്മ വരികയാ, അവരുടെ മുഖം. അവർ വന്നാൽ അവന് വേണ്ടി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സോപ്പോ എണ്ണയോ സാധനങ്ങളോ ബിസ്ക്കറ്റോ കൊണ്ട് കൊടുത്തിട്ട് ഒരു മൂലയിൽ ഇങ്ങനെ മാറിയിട്ട് അവനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്ന് കരയലാണ് ആ പ്രിയപ്പെട്ട മാതാവ്. ആ മാതാവാണ് ഇപ്പോൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞ്, തീപിടുത്തത്തിൽ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്, മെസ്സേജ് വന്നിരിക്കുന്നത്. ഞാൻ വളരെ വേദനയോടുകൂടി സുഖമില്ല എന്ന് മാത്രം പറഞ്ഞു ധരിപ്പിച്ചു. പക്ഷെ അവന് തോന്നി, ഇങ്ങനെ സുഖമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് വിളിക്കൂലല്ലോ, ടെലഗ്രാം വന്നെന്ന് പറയൂലല്ലോ, അപ്പൊ എന്തോ കാര്യമുണ്ടെന്ന് അവൻ ഇങ്ങനെ ആശങ്കയോടെ പറയുസ്താതെ, എന്താ പറ്റിയതെന്ന് ചോദിച്ച് ഞാൻ വളരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പതുക്കെ ചെറിയ തോതിൽ അവനോട് വിവരം മരിച്ചു എന്ന് പറയാതെ ആശുപത്രിയിലാണ്, വളരെ സീരിയസ് ആയിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് ധരിപ്പിച്ചു. എന്താ സംഭവിച്ചത് പറയാൻ വേണ്ടിയാ ഞാനിത് പറയുന്നത്. എന്താണ് ഉണ്ടായതെന്നറിയുമോ? ബഹുമാന്യരായ എൻ്റെ സുഹൃത്തുക്കൾ, സഹോദരന്മാരറിയണം, ആ പ്രിയപ്പെട്ട മാതാവ് ഒരു ചെറിയ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. ഈ ഉമർ എന്ന് പറയുന്ന സഹോദരൻ്റെ ജ്യേഷ്ഠന് അല്പം മാനസിക വിഭ്രാന്തിയുള്ള സഹോദരനാണ്. ആ സഹോദരൻ മാനസിക വിഭ്രാന്തിയുള്ള സഹോദരന് മൊത്താണ് താമസിക്കുന്നത്. ആ ദിവസങ്ങളിൽ അയാൾക്ക് കുറച്ച് മാനസിക വിഭ്രാന്തി കൂടിയ സമയമായിരുന്നു. ഈ മാനസിക വിഭ്രാന്തി കൂടിയ സമയമാകുമ്പോൾ ഇയാൾ ഉമ്മായുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഉമ്മ മകനല്ലേ, അതൊന്നും മൈൻഡ് ചെയ്യാതെ അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, അവന് വെള്ളം ഉണ്ടാക്കി കൊടുക്കും, അവന്റെ തുണി കഴുകി കൊടുക്കും, അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകും. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഉമ്മയാണ്. ഒരു ദിവസം അതാ വീടിന്റെ ഭാഗത്ത് സൈഡിലുള്ള ഒരു മുരിങ്ങ മരത്തിൽ നിന്ന് മുരിങ്ങക്കായ പറിക്കാൻ വേണ്ടി ഉമ്മ ഒരു തോട്ടി കൊണ്ട് ഒരു സ്റ്റൂൾ ഇട്ട് കയറി നിന്നിട്ട് അതിന്റെ പുറത്ത് നിന്ന് ഇങ്ങനെ മുരിങ്ങക്കായ പറിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്റ്റൂളിന്റെ പുറത്ത് നിന്നിട്ട് ഇവൻ എന്താ ചെയ്തതെന്നറിയുമോ? വീട്ടിൽ നേരത്തെ സൂക്ഷിച്ചു വെച്ചിരുന്ന കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ട ഉമ്മ നിൽക്കുന്ന ആ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ പെട്രോൾ കൊണ്ട് ഉമ്മയുടെ ദേഹത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഉമ്മായിക്ക് ആ സ്റ്റൂളിൽ നിന്ന് ചാടി ഇറങ്ങാൻ കഴിയുന്നതിന് മുമ്പ്, എൻ്റെ സഹോദരന്മാരറിയണം, ആ സ്റ്റൂളിൽ നിന്ന് ചാടി ഇറങ്ങാൻ കഴിയുന്നതിന് മുമ്പ് തീപ്പെട്ടി ഉരച്ച മാതാവിന്റെ ദേഹത്തേക്ക് അവൻ എറിഞ്ഞു കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള പെട്രോൾ വീട്ടിലൊഴിച്ചു, വീടിന് പുറത്തൊഴിച്ചു, വീടിലേക്കും തീപ്പെട്ടി ഉരച്ചിട്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പ്രിയപ്പെട്ട ഉമ്മ ശരീരം വേവുന്ന അവസ്ഥയിൽ ചാടിയിറങ്ങുകയാ. ശരീരം വെന്തുകൊണ്ടിരിക്കുന്ന ആ പ്രിയപ്പെട്ട മാതാവ് ചാടിയിറങ്ങിയിട്ട് അടുത്ത വീട്ടിലേക്ക് ഓടിപ്പോവുകയായി. വെന്തുകൊണ്ടിരിക്കുന്ന ശരീരത്തോടെ അവരെന്താണ് ഈ ഓടിപ്പോകുമ്പോൾ പറഞ്ഞതെന്നൊന്ന് ഓർക്കണേ. ആ പ്രിയപ്പെട്ട മാതാവ് അങ്ങോട്ട് ഓടിപ്പോകുമ്പോൾ അയലത്ത് വീട്ടുകാർ ഓടി വന്നവരോട് പറഞ്ഞത്, എൻ്റെ ദേഹത്തൽപ്പം വെള്ളം ഒഴിക്കൂ, എൻ്റെ ശരീരത്ത് കുറച്ച് മണ്ണുവാരിയിടൂ, എങ്ങനെങ്കിലും എന്നെ രക്ഷിക്കൂ എന്നല്ല പറഞ്ഞത്. ആ ഉമ്മ പറഞ്ഞത്, എൻ്റെ പൊന്നുമോൻ അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ട്, അവൻ വീടിന് തീ
തീ വെച്ചിട്ട് വീടിനകത്തോട്ട് കയറിയിരിക്കുക. അവന്റെ ദേഹത്ത് തീ പിടിക്കും, നിങ്ങളൊന്ന് പോയി രക്ഷപ്പെടുത്തണേ, അവനെ പോയെന്ന് രക്ഷപ്പെടുത്തണേ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് ആ പ്രിയപ്പെട്ട മാതാവ് ഇഞ്ചിഞ്ചായി കരിഞ്ഞ് ചാമ്പലായി പോയി. സഹോദരന്മാരെ, അപ്പോഴും അവർ പറഞ്ഞത് തന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടിയാ. മനോരോഗിയായ മോനാ, ആ മോനാണ് പെട്രോൾ ദേഹത്തൊഴിച്ച് കത്തിച്ചത്. പക്ഷേ ആ മോനോടൊരു കാലുഷ്യവുമില്ല, ഒരു വിരോധവുമില്ല, ഒരു എതിർപ്പുമില്ല, വെറുപ്പുമില്ല എന്ന് മാത്രമല്ല, ആ പൊന്നുമോനെ രക്ഷിക്കാനാ വിളിച്ചു പറയുന്നത്. എൻ്റെ മോനെ രക്ഷിക്കണേ, എൻ്റെ മോനെ രക്ഷിക്കണേ, അങ്ങോട്ടൊന്ന് പോണേ, വീട്ടിലേക്കൊന്ന് പോ, അവനെ ഒന്ന് രക്ഷപ്പെടുത്തുക എന്ന് ആ മാതാവ് വിളിച്ചു പറയുന്നത്. ഇതാണ് മാതാവിൻ്റെ സ്നേഹം, ഇതാണ് മാതാവിൻ്റെ സ്നേഹം. എവിടെന്നെങ്കിലും ഒരു കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ ഉമ്മായും വേണ്ട, പാപ്പായും വേണ്ട, വീടും വേണ്ട, അവരുടെ കാര്യവും നോക്കണ്ട, പിന്നെ താനും തൻ്റെ പൊണ്ടാട്ടിയും തങ്ങളുടെ തട്ടാനും. സ്വർണ്ണം ഉണ്ടാക്കുന്ന തട്ടാന് പൊണ്ടാട്ടി, അതുവരെ മാർക്കറ്റിൽ പോയാൽ ഉമ്മയുടെ കാര്യം ഓർക്കും, പിന്നെ മാർക്കറ്റിൽ പോയാൽ ഭാര്യയുടെ കാര്യം മാത്രമേ ഓർക്കുകയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യമാരായ സഹോദരിമാർക്ക് വിഷമം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷെ നാളെ നിങ്ങൾ ഉമ്മമാരാകേണ്ടവരാണ്, അതുകൊണ്ട് വിഷമിക്കണ്ട. ഇപ്പോഴല്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പറയുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് ഉണ്ടാവും, അതുകൊണ്ട് വിഷമിക്കണ്ട. ഉമ്മായെ പിന്നെ വേണ്ട, ഉമ്മാടെ പ്രശ്നം പിന്നെ ശ്രദ്ധിക്കുന്നില്ല, ഉമ്മായുമായിട്ട് പിന്നെ ഉമ്മാടെ കാര്യങ്ങൾക്കോ ഉമ്മാടെ രോഗങ്ങൾക്കോ വിഷയങ്ങൾക്കോ ഒന്നും പ്രശ്നമല്ല. പിന്നെ ഭാര്യ പറഞ്ഞു കുറച്ചാൾ കഴിയുമ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് താമസിക്കണമെന്ന് പറയും, അപ്പോൾ വീട് വാടകയ്ക്ക് എടുക്കും, പിന്നെ വീട് വെക്കും, പിന്നെ കാര്യങ്ങളൊക്കെ ഭാര്യയുമായിട്ട് മാത്രം, ഉമ്മാക്ക് പിന്നെ റോളുമില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മാതാപിതാക്കളെ പറ്റിയുള്ള ഇസ്ലാമിൻ്റെ വീക്ഷണത്തെപ്പറ്റി സുദീർഘമായി പ്രസംഗിക്കേണ്ടി വരും. പക്ഷേ ഞാൻ എൻ്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മാതാവിന് തൻ്റെ കുഞ്ഞിനോടുള്ള, മകനോടുള്ള, മകളോടുള്ള സ്നേഹത്തിന് തുല്യമായി ഭൂമിയിൽ മറ്റൊരു സ്നേഹവുമില്ല എന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ ആ മാതാവിന് തൻ്റെ പ്രിയപ്പെട്ട മകളോട്, മക്കളോട് എന്ത് സ്നേഹമാണോ ഉള്ളത്, അതിൻ്റെ 70 ഇരട്ടി സ്നേഹം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അവൻ്റെ അടിമയോടുണ്ടെന്ന് പഠിപ്പിച്ചത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. 70 ഇരട്ടി സ്നേഹം. തിരിച്ച് നമ്മൾ പടച്ചോനെ അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടോ? പടച്ചോനോട് നമുക്ക് വലിയ ഇഷ്ടമാണ്. നമ്മുടെ റിയൽ എസ്റ്റേറ്റിൽ നല്ല ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പടച്ചോനോട് വലിയ ഇഷ്ടമാണ്. അന്ന് അൽഹംദുലില്ലാ എന്ത് സന്തോഷമാണ്. ഗൾഫിൽ നിന്ന് നല്ലൊരു വിസ വന്നെന്ന് പറഞ്ഞാൽ പടച്ചോന് വലിയ ഇഷ്ടമാണ്. നല്ല ജോലി കിട്ടി, നല്ല ശമ്പളമുള്ള ജോലി കിട്ടി എന്ന് പറഞ്ഞാൽ പടച്ചോനെ ഇഷ്ടമാണ്. കച്ചവടത്തിൽ ലാഭം കിട്ടിയാൽ പടച്ചോനോട് വലിയ ഇഷ്ടമാണ്. അതേസമയം എന്തെങ്കിലും ഒരു ചെറിയ വിഷമം ഉണ്ടായിക്കഴിഞ്ഞാൽ പടച്ചോനെ നീ എന്താ എന്നോട് ഇങ്ങനെ കാണിക്കുന്നേ, ഞാൻ എന്ത് ചെയ്തതിനാ റബ്ബേ നീ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്, ഇത് പോരാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭാഗത്തുനിന്ന് സന്തോഷമുണ്ടാകുമ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും 2 ഘട്ടത്തിലും അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയണം, അള്ളാഹുവിനെ പ്രേമിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം നമുക്ക് അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാകാൻ പാടില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് നമുക്ക് ഹൃദയത്തില് എല്ലാ നിമിഷവും അള്ളാഹുവിനോടുള്ള സ്നേഹം കൊണ്ട് ഹൃദയം നിറയുന്ന അവസ്ഥ ഉണ്ടാവണം. വിഷമങ്ങൾ ഉണ്ടായാലും ദുഃഖം ഉണ്ടായാലും ഒക്കെ പടച്ചവൻ തന്നതാണ്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. നബിയെ അങ്ങ് പറയുക, തീർച്ചയായും നമുക്ക് ബാധിക്കുകയില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തൊന്ന് നമുക്ക് രേഖപ്പെടുത്തിയോ അതല്ലാതെ മറ്റൊന്നും നമുക്ക് വരികയില്ല. പടച്ചവൻ തീരുമാനിച്ചത് മാത്രമേ വരുവുള്ളൂ മക്കളെ, പടച്ചവൻ തീരുമാനിച്ചത് മാത്രമേ വരുവുള്ളൂ. പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുകയാ, ഈ ആയത്ത് എനിക്ക് എൻ്റെ ജയിൽ ജീവിതത്തിൽ നൽകിയ സന്തോഷവും സമാധാനവും എത്രയാണെന്നറിയുമോ? എൻ്റെ ജയിൽ ജീവിതത്തിൽ ഞാൻ ജയിലിൽ അടയ്ക്കപ്പെട്ടു. വളരെ പെട്ടെന്നാണല്ലോ ജനങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോയത്. ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ജീവിച്ച ഒരാളാണ് ഞാൻ. 17-ാമത്തെ വയസ്സിൽ മതപ്രസംഗം തുടങ്ങിയതാ. 19-ാമത്തെ വയസ്സിൽ ഞാൻ കാസർഗോഡും കണ്ണൂരും പ്രസംഗത്തിന് പോയതാ. അങ്ങനെ ഞാൻ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരുന്ന ആളാണ്. 1992 ആഗസ്റ്റ് മാസം 6-ാം തീയതി വലതുകാല് ബോംബ് വെച്ച് തകർക്കപ്പെട്ടിട്ടും ഏതാനും മാസങ്ങൾ മാത്രമാണ് ഞാൻ ജനങ്ങളിൽ നിന്ന് കുറച്ചൊന്നു മാറി, പ്രസംഗത്തിൽ നിന്ന് മാറി നിന്നത്. അപ്പോഴും ഞാൻ സന്ദർശകരായ 10,000ങ്ങളുടെ ഇടയിലായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു 1.5 മാസക്കാലം തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കിടക്കേണ്ടി വന്നു. ആ കാലഘട്ടം മാത്രമാണ് എനിക്ക് പ്രസംഗമില്ലാത്ത കാലഘട്ടമായിട്ടുണ്ടായിട്ടുള്ളത്. മറ്റെല്ലാ സമയത്തും ഞാൻ ഇങ്ങനെ ജനങ്ങളോടൊപ്പമാ. അതിൽ നിന്നാണ് മാർച്ച് മാസം 31-ാം തീയതി, അതും ഒരു പ്രസംഗം കഴിഞ്ഞിട്ട് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഞാൻ വന്നതാ എറണാകുളത്ത് കലൂരന്റെ വീട്ടിലേക്ക്. വീട്ടിൽ വന്നിട്ട്